SGs, bro. എയർബിഎൻബിയിൽ വൺസ് സ്റ്റേ ചെയ്ത ആൾക്കാർ പിന്നെ എയർബിഎൻബി ആയിരിക്കാം. തണുപ്പില്ലാത്ത എന്താണെങ്കിലും കുഴപ്പമില്ല. തണുപ്പില്ലാത്ത എന്താണെങ്കിലും കുഴപ്പമില്ല. വരുന്ന വഴി ഒന്ന് സ്റ്റേഷനിൽ കഴിക്കാൻ കഴിയും. ഭക്ഷണം പേടിയ സ്റ്റേഷനിൽ കഴിക്കാൻ ചെയ്ത് നമ്മളെ ഇവന്റില്ലായിരുന്നു ഫുഡ് ഫെസ്റ്റിവല്. അതിന് ഞാൻ കണ്ടായിരുന്നു. അത് എനിക്കറിയായിരുന്നു. അന്നായിരുന്നു ഞാൻ അത് സെക്കൻഡ് ടൈം വന്നത്. അതിന് മുന്നേ ഒരു ഓണം ഉണ്ടായിരുന്നു. നമുക്ക് 1-2 ക്ലയൻസ് സെക്കൻഡ് സ്പോൺസർ ആയിരുന്നു. അടുത്ത പ്രാവശ്യം മുതൽ നമ്മള് റീസ്റ്റാർട്ട് ചെയ്യും. ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത്രയും വൈഡ് ഓഡിയൻസ് ഉള്ള ആൾക്കാർ. മറ്റേന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു ടൈമിംഗ് പ്രശ്നത്തിൽ പോയതാണ് അല്ലേ. എം എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. അത് ഒഴിവായിട്ട് നമ്മൾ തന്നെ അത് ചെയ്യാൻ വേണ്ടിയാണ്. ലാസ്റ്റ് ടൈം പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ചൂടായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പ്രശ്നം ഞാൻ ജസ്റ്റിനോട് രാവിലെ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ സർവീസ് വെച്ച് മീറ്റ് ചെയ്താണ്. കണ്ടില്ലായിരുന്നു ഇന്നലെ നമ്മൾ ഈ ഓഫീസ് വന്നിട്ട് ഇപ്പൊ ഒരു വർഷമായി അല്ലേ. അതിന് മുമ്പ് പല സ്പ്ലിറ്റ് ഹൗസായിട്ട് പല ഏരിയ കിടക്കുക ലസ്റ്റ് തന്നെ. സിറ്റിക്കകത്ത് ചെറിയ 3 യൂണിറ്റ് ആയിരുന്നു. പിന്നെ എന്തായിരുന്നു ഇവിടെ എല്ലായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നു? ഏത് വർഷമായിരുന്നു? നമ്മള് ശരിക്കും 2020 അജ്മീർ ലാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ആയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വരെ എത്തി 6 വർഷമായി. ജൂലൈ 2020 ജൂലൈ കഴിഞ്ഞ വർഷം ഇവിടെ വന്നത് ഈ ഇവിടെ എത്ര സ്റ്റോഴ്സ് നോക്കിയിട്ടുണ്ട്? 500 സ്റ്റോഴ്സ് ഉണ്ട്. 100% ആക്റ്റീവായിട്ട് 400 ഉണ്ട്. ഫുൾ ഓപ്പറേഷൻ ഇവിടുന്ന ഓപ്പറേഷൻസിന്റെ കാര്യങ്ങളും ഇവിടെയാണ്. എനിക്ക് അത്രയും വലിയൊരു പിന്നെ സബ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ഇവിടെ അത് പോകുന്നത് ഇവിടെ തന്നെയാണ്. സ്കോട്ട്ലൻഡ് അല്ലേ? അല്ല, മാഞ്ചസ്റ്റർ. അപ്പോൾ അവരുടെ കുറച്ച് കടകൾ അവർ നോക്കുന്നുണ്ട്. പക്ഷേ സ്കോട്ട്ലൻഡ് വരെ നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് പോകും. നമ്മളെ നാട്ടിലത്തെ സെയിം പ്രോഡക്ട്സ് ആണോ അത് ഇവിടത്തേക്ക്? കുറേയൊക്കെ മാറ്റമുണ്ട്. നാട്ടിലെ 100 ഗ്രാം മസാല ആണെങ്കിൽ ഇവിടെ 200 ഗ്രാം. ബോക്സിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ എന്താണ് കൂടുതൽ ആൾക്കാർ താല്പര്യം കാണിക്കുന്ന ഐറ്റംസ്? ഫ്രോസൺ ഉണ്ട്, റൈസ് പൗഡർ എല്ലാം പോകും. നാട്ടിലേക്കാളും ഒരു ചേഞ്ച് ഫ്രോസണിൽ കുറച്ച് കൂടുതൽ. അതെ ഇവിടെ അങ്ങനെ ഒരു ശീലം ഉണ്ടാവില്ല. അത് കുക്ക് ചെയ്യത്തില്ല. അതെ കുക്ക് ചെയ്യത്തില്ല. അവർ ചെയ്താലും ചെയ്ത് വെക്കില്ല. അതെ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം എക്സ്പെൻസീവ് അല്ലേ? നാട്ടിലിപ്പോൾ ഇത് ബേക്കറിയിലൊക്കെ ഇങ്ങനെ പൊറോട്ട ഒക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. ഫ്രോസൺ മേടിക്കാവുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ. പിന്നെ നൊസ്റ്റാൾജിക്കായിട്ട് പോലും ബോണ്ടാവുന്നുണ്ട്. കട അങ്ങനെ കടയൊന്നുമില്ലല്ലോ. കൊണ്ടേ തന്നെ എക്സ്പെൻസീവ്. പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഓരോ ഇൻഡസ്ട്രിയിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 2020 തൊട്ട്. പിന്നെ ഞാൻ മെയിൻലി ബിസിനസ് അക്വിസിഷൻസ് ചെയ്യുന്നുണ്ട്. ഇവിടത്തുള്ളതാണ് മെയിൻലി. നാട്ടിലത്തെ നമ്മളിപ്പോൾ ഫസ്റ്റ് വണ്ണാണ് നമ്മളെ സ്കൂള് 1 million സ്കൂളില്ലേ, നമ്മളന്ന് കട ഓഫീസിലേക്ക് വന്നു. അതായിരുന്നു നമ്മളെ നാട്ടിലത്തെ ഫസ്റ്റ്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഹോസ്പിറ്റലും നാട്ടിൽ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഇവിടുത്തെ ബേസ് ചെയ്ത് തന്നെ. ഇവിടെ റിയൽ എസ്റ്റേറ്റ് വെരി നൈസ്.
നമുക്ക് ദുബായിലെ പോലെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ വൈസ് ദുബായ് ആണ് ബെസ്റ്റ്. മന്ത്ലി റിട്ടേൺസ് ക്യാഷ് ഫ്ലോ ഇവിടെയാണ്. അതെ, നമുക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാം കുറവും ഇവിടെ തന്നെയാണ്. ദുബായിൽ കുറച്ചും കൂടെ കൂടുതലും വേണം. നമ്മളിപ്പം റിട്ടേൺസ് വൈസ് കമ്പാരിറ്റീവ്ലി എനിക്ക് ഇവിടെയാണ് ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. ലാൻഡ് എല്ലാം ഇവിടെ കിട്ടാനുണ്ടോ? ഹൗസ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ എന്ത് സ്ക്വയർ ഫുട്ട്? ലാൻഡ് അഗൈൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ 2 പർപ്പസിനായിട്ടുണ്ട്. പിന്നെ ഏരിയ ബേസ് ചെയ്തും ലൊക്കേഷൻ ബേസ് ചെയ്തും മാസിവ് ഡിഫറൻസ്. ഒരുപാട് മാറിയിട്ടൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഈസിലി അവൈലബിൾ ആയിരിക്കും. മറ്റേത് എടുക്കാനുള്ള ആൾക്കാർ കോമ്പറ്റീഷനാണ് ഒന്നും കൂടെ പ്രൈമിലോട്ട് ലൊക്കേഷനിലോട്ട് വരാൻ. കാരണം പല ഡെവലപ്പേഴ്സും ഫ്ലാറ്റ്സ് കെട്ടാനായിട്ട് ഇവരിങ്ങനെ അക്വയർ ചെയ്തിരിക്കുകയാണ്. കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടിട്ട് പിന്നെ ഇവിടെ മെയിൻലി ലാൻഡ് ഫ്ലിപ്പ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടീംസാണ് പലരും വാങ്ങിച്ചിട്ടേക്കുന്നത്. ഡയറക്റ്റ് വിൽക്കാൻ നിൽക്കുന്ന ആളായിരിക്കത്തില്ല. അപ്പോൾ അവരുമായിട്ടൊരു കോൺട്രാക്ട് വേണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കെട്ടണമെങ്കിൽ പ്ലാനിങ് പെർമിഷൻ വേണം. അപ്പോൾ നമ്മളത്തെ ഇപ്പം എക്സാമ്പിൾ എനിക്ക് തന്നെ ഇപ്പോൾ ഇവർ ലാൻഡ് എനിക്ക് എടുത്തിട്ട് അവരുമായിട്ടൊരു കോൺട്രാക്ട് വെച്ച് ഒരു 2 വർഷത്തേക്ക് ലീസ്റ്റ് എടുത്തിട്ട് എനിക്ക് പ്ലാനിങ് ഞാൻ തന്നെ എടുക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 10 കോടി വിൽക്കാനിട്ടേക്കാണെങ്കിൽ പ്ലാനിങ് എടുത്ത് കഴിയാൻ നേരത്ത് അതൊരു 15 കോടിയാവും. അപ്പോൾ ആ 5 കോടി മാർജിൻ എനിക്ക് വരും, 10 ഓണറിന് പോകും. അപ്പോൾ അങ്ങനത്തെ ടീംസ് വാങ്ങിച്ചിട്ടേക്കാണ് എന്നിട്ട് നമ്മളെ കിട്ടുന്നത്. ഒരിക്കലും അങ്ങനെ വാങ്ങിച്ചിട്ടേക്കാണ്, അല്ലാതെ ഡയറക്റ്റ്ലി അവൈലബിൾ ആയിരിക്കും, ഇല്ലാന്ന് പറയുന്നില്ല. റിമോട്ട് ഏരിയയിൽ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു സ്വന്തം ബിൽഡിങ്ങിലോട്ട് മാറാൻ കുറച്ചുകൂടി വലിയൊരു ഫെസിലിറ്റി എടുത്ത്. ലെസ്റ്റർ തന്നെ അല്ലേ ഹൈവേ ഒന്നും വാട്ടർ എടുത്തൊന്നും വേണമെന്നില്ല അല്ലേ? 5 മൈൽ ഔട്ടർ ടൗണിൽ പോയി റേറ്റ് കുറച്ച് വലിയ ഫെസിലിറ്റി ആയിരിക്കണം. അതിന്റെ ലെസ്റ്റർ പിക്കാൻ എന്തായിരുന്നു റീസൺ? ആ സമയത്ത് ലെസ്റ്റർ മുമ്പ് പോലെ ലെസ്റ്റർ ആണ് ഇവിടെ ആണല്ലോ. പിന്നെ അങ്ങനെ വന്നപ്പോ പിന്നെ ലെസ്റ്റർ എപ്പോഴും നല്ല മിഡ്ലാൻഡ്സ് അല്ലേ, എല്ലായിടത്തും ഓടി എത്താൻ അവർക്ക് എല്ലായിടത്തോട്ടും അക്സസിബിലിറ്റി സൗകര്യമാണ്. ലണ്ടൻ പിന്നെ ഇതൊരു കുറച്ചുകൂടി ഒരു കാമായിട്ടുള്ള ഏരിയ അല്ലേ. അതെ, അവിടെ ഭയങ്കര മനസ്സിലായി, അവിടെ ഭയങ്കര അവിടെ ക്രൈം വൈസും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലാ തരത്തിലുണ്ടല്ലോ. ഈവൻ ലണ്ടനിൽ നിന്നുള്ള ബിസിനസ് മാനുഫാക്ചറിങ് ബിസിനസ് ലെസ്റ്ററിന് മൂവ് ചെയ്യുക. കാരണം വെച്ചാൽ ഇവിടെ കമ്പയർ ടു ലണ്ടൻ റെന്റ് കുറവ്, ലേബർ ഭയങ്കര അവൈലബിലിറ്റി കൂടുതൽ. ലേബർ സ്റ്റാഫിനെ കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. മാനുഫാക്ചറിങ് ഫീൽഡ് ഗുജറാത്തീസ് ഒരുപാടുണ്ട്. എത്രയോ ബിസിനസ് ഇങ്ങോട്ട് മൂവ് ചെയ്തു, ലെസ്റ്ററിന് മൂവ് ചെയ്തു. ലെസ്റ്ററിനല്ല, പിന്നെ ആക്സസിബിലിറ്റി. ലണ്ടൻ നോട്ട് എ ഗുഡ് ഐഡിയ അറ്റ് ഓൾ. നിങ്ങളെ ഇൻഡസ്ട്രിയിൽ ചുറ്റും ലണ്ടൻ സൈഡ് ഈ പറഞ്ഞ ഇത്രയും ലാർജ് നമ്പർ ഓഫ് സ്റ്റാഫും എല്ലാം വേണം, സ്യൂട്ടബിൾ അല്ല. ലൈറ്റ് ആയിട്ട് കുക്കിംഗ് എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ സ്റ്റിൽ അത് ഹോട്ടലിൽ അതുപോലും പറ്റത്തില്ല. കാരണം നമുക്ക് ചൂടാക്കാനാണെങ്കിൽ കെറ്റിലേ ഉള്ളൂ, കെറ്റിനകത്ത് വെള്ളമല്ലാതെ എന്തെങ്കിലും ഉണ്ടാവും. അത്യാവശ്യം ചൂടാക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ ബാൽക്കണി, ഇനിയിപ്പോ വണ്ടി റെന്റിനെടുത്ത് ആ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം, സൗകര്യമുണ്ട്. പിന്നെ ചെക്ക് ഇൻ ടൈമിലും വേറെ പ്രശ്നമില്ല. നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. കീ ബോക്സിൽ എടുക്കുക, നേരെ തുറക്കുക, കയറുക, ആരോടും ഒന്നും ചോദിക്കാനില്ല, സൗകര്യം. എനിക്ക് എയർബിഎൻബി പോയിട്ട് ഇഷ്ടമായത് ജപ്പാനിൽ പോയപ്പോൾ അവിടുത്തെ ശരിക്കും ഞാൻ ഹോസ്റ്റിനെ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാനിത് പോയി ഫാമിലിയാണ്, അവരിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ ജപ്പാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ ആയി. അതിന് മുമ്പ് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പിള്ളേരൊക്കെ ആയിട്ടാണ് വരുന്നത്, എന്തെങ്കിലും കെയർ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം, അറേഞ്ച് ചെയ്യാം എന്നൊക്കെ. ഓക്കെ കാരണം നമ്മൾ ഫസ്റ്റ് പോയി തുറക്കും. പക്ഷേ അവർ ഞാൻ പോയി ഒരു 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഞാൻ എത്തിയത്. അവർ പോകുമ്പോൾ അവിടെ കാത്തിരുന്നിട്ട് അവർ തന്നെ എല്ലാം തുറന്ന് തന്ന് സെറ്റ് ചെയ്ത് ഭയങ്കര. ജപ്പാൻ്റെ ക്ലീൻനെസ് അറിയാമല്ലോ, അവർ ഭയങ്കര. ഞങ്ങൾ ജസ്റ്റ് ആ ട്രോളിയിലൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവരിങ്ങനെ തൂത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റുന്നത് എനിക്ക് മനസ്സിലായി. അവർ അത്രയും ആ വീടിനെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ പിറ്റേന്ന് പോലെ അവർ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഞങ്ങൾ പോകുമ്പോൾ അവരും ഞങ്ങളോട്, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഐഡിയാസ് ഒന്നും ഇല്ലല്ലോ. അവർ വന്ന് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പോകാം, ഫുൾ ഡയറക്ഷനും ഒരു ഇങ്ങനത്തെ സെറ്റപ്പായി. ശരിക്കും ഭയങ്കര രസമായിരുന്നു. പക്ഷെ അവരോട് ഇപ്പോഴും നല്ല ബന്ധമായി.
നമ്മൾ ചില Airbnb നോക്കാൻ നേരത്താ ഇൻഡിവിജ്വൽ ഹോസ്റ്റ് ആയിരിക്കും, അതായത് അവർക്ക് 2-3, അതായത് ചിലപ്പോൾ ലാൻഡ് ലോഡ് ഓണർ ആയിരിക്കും. അതെ 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 അങ്ങനെയുള്ള ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞങ്ങൾ അങ്ങനെ മാത്രമല്ല, അവർ ഭയങ്കര ഒരു ഗസ്റ്റിന് അത്രയും വെൽക്കം ചെയ്യുന്നതായിട്ട്. കാരണം അവര് വന്ന് ഞങ്ങൾ വീട്ടിൽ ശരിക്കും കുക്കൊക്കെ ചെയ്ത് വന്നിട്ട് ഇത് ജപ്പാനീസ് സ്റ്റൈലാണ് കേട്ടോ, ഇങ്ങനെയൊന്നും ഒരിക്കലും ജർമ്മൻസ് ഒന്നും ചെയ്യും. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് നമ്മൾ റിപ്ലൈ തരുന്നത് തന്നെ ആ ഒരു ടോണിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു കൊച്ചിനെ എടുത്തോണ്ടല്ലോ രാവിലെ കിച്ചനെ വരും, ഞങ്ങൾ ഫുഡുണ്ടാക്കി പാത്രം അവര് കഴിവടക്കി, ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നല്ല. ഇതൊരു 3 story ബിൽഡിംഗ് ആയിരുന്നത്. സെൻറ്ററാണ് കിച്ചൺ, അതിനടി മേളിൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂംസ്, ഏറ്റടിയിൽ ലോബി. പക്ഷെ ഭയങ്കര രസമാണ്. ഇത് റാൻഡംലി Airbnb കയറി നോക്കി കണ്ടുപിടിച്ചാണോ? ഞാനിങ്ങനെ കുറേ തപ്പും, ഇങ്ങനെ തപ്പിയിട്ട് എൻ്റെ മനസ്സിന് ഏതാണോ സെറ്റാവുന്നത് ഞാൻ ചെക്ക് ചെയ്യും. പക്ഷെ എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയത് വേറെ ഒന്നും കിട്ടിയിട്ട് അത്രയും ഇഷ്ടമായിപ്പോയി. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ. പക്ഷെ ഞാൻ ഒരു 10 ദിവസം നിന്ന് അവിടെ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി അവർ അത്രയും പണിയെടുക്കുന്നു. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ ജപ്പാനിൻ്റെ ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ. ഞാൻ നിന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം വാങ്ങിയിട്ട് ഞാനിപ്പോൾ വിളിക്കാം. എനിക്ക് അഡ്വൈസ് വേണം. ഞാനിപ്പോൾ ഒരെണ്ണം പ്രോസസ്സ് ചെയ്തിരിക്കുക, ഒരെണ്ണം എനിക്ക് കേട്ടു. വാടകയ്ക്ക്, കാരണം വളരെ ചുരുക്കം ലാൻഡ് ലോഡ്സിനാണ് വാടകയ്ക്ക് ഇനി അങ്ങോട്ട് കൊടുത്താൽ പണി കിട്ടാമോ എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത്. പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ എനിക്ക് വാടകയ്ക്ക് പരിപാടി ഇഷ്ടമില്ലായിരുന്നു. കാരണം ഇവര് ഈ പറഞ്ഞ ഇറങ്ങുന്ന പ്രശ്നം ഒന്ന്, പിന്നെ ഈ Airbnb പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗസ്റ്റ് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒക്കെ പറഞ്ഞ കണക്ക് വൃത്തി കണ്ടോ, അതാണ് എൻ്റെ ഇഷ്ടം. എന്നാണെന്നറിയോ, എനിക്കിപ്പോൾ ഈ ബിസിനസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവൻ 6 മാസം കൂടുമ്പോൾ ഇറങ്ങും, അന്നേരം പോയി കാർപ്പറ്റ് മാറി, അതൊന്നും എനിക്ക് സമയമില്ല. ഇത് റിപ്പീറ്റ് ചെയ്ത് ക്ലീൻ ആകുമ്പോൾ ഒരിക്കലും വൃത്തികേടാവുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഇപ്പം ഞാൻ പുള്ളിക്കറിയാം, ഞാൻ ഇവിടെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ പറഞ്ഞു. ഇപ്പം അതിൻ്റെ ഇന്ന് നാളേക്ക് കിട്ടും, ഒരാഴ്ചക്കുള്ളിൽ കിട്ടും. പീക്ക് ഡിസ്ട്രിക്റ്റ് നമുക്ക് മോർ സീസണലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയായിരുന്നു അവിടെ. സീസണിലാണെങ്കിൽ തന്നെയും സീസണിൽ നല്ല ഹൈ ആയിരിക്കും, നല്ല രീതിയിൽ അടിപൊളി ലൊക്കേഷനാണല്ലോ. എന്തായാലും ഗുണമായി. Airbnb വൺസ് സ്റ്റേ ചെയ്ത ആൾക്കാർ പിന്നെ Airbnb ആയിരിക്കും. അത് നല്ല പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു Airbnb ആയിരിക്കും. ഈ ആർട്ടിസ്റ്റ്, സിനിമാ താരങ്ങൾ കൂടുതലും സ്റ്റേ ചെയ്യുന്ന ശരിക്കും Airbnb ആണ്. എല്ലാവർക്കും പ്രൈവസിയാണ് ആവശ്യം. ഹോംലി ഫീൽ കിട്ടണമെങ്കിൽ ആക്ച്വലി ഇത് വേണമെന്ന്. Airbnb ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നല്ലേ ഇപ്പം? അതെ അതെ. ഇപ്പോൾ ഈ പ്രശ്നം കൂടെ ആയപ്പോഴത്തേക്ക് ഇത് പുതിയതാണ്. ഞാൻ പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം പ്ലാനുണ്ട്, എവിടെ വേണം, ലോ റിസ്കിൽ എനിക്ക് വേണേൽ ചെയ്യാമായിരുന്നു. എങ്ങനെ ചെയ്യാം, ലെസ്റ്ററിൽ വീട് എടുക്കാം, ഒന്നെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം, ഇല്ല എങ്ങനെയൊക്കെ തിരി. പിന്നെ ഞാനത് വേണ്ട, ഫുഗര് അത് കൊണ്ടുപോകുക വാടക എന്നുള്ളതൊക്കെ. അന്നേരം ഈ നിയമമൊക്കെ വന്ന് ഇപ്പോഴവിടെ എനിക്ക് ഞാൻ ഈ ഇപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോയി ഇത് വീട് മേടിച്ചതും ഈ എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക്, ഇതൊക്കെ ഓരോ നിമിത്തമാണ്. അത് സീസണലാണ്. നമുക്ക് സീസൺ സമയത്ത് നല്ല രീതിയിൽ കയറി പോരും, അല്ലാത്ത സമയത്ത് ഓഫാണ്. കാരണം യാത്രക്കാരവിടെ വരുന്നത് സ്ഥലം കാണാൻ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ടൂറിസ്റ്റ് അല്ല ഈ Airbnb നിൽക്കുന്നത്. ഇപ്പോൾ ഇക്ക ടൂറിസ്റ്റ് അല്ല, ഒക്കെ ബിസിനസിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. അപ്പം അങ്ങനത്തെ യാത്രക്കാരാണ് കൂടുതലുള്ളത്. അതേ കണക്ക് ഇപ്പം ചില പ്രോപ്പർട്ടീസ് ഭയങ്കര ഫാൻസി ആയിരിക്കത്തില്ല, പ്ലെയിൻ വെള്ള കട്ടിൽ, വെള്ള മെത്തായ രീതിയായിരിക്കും. കാരണം ഇപ്പോൾ ഒരു ബിൽഡിങ് പണി കിടക്കുന്നത്, അവിടുത്തെ പണിക്കാർ നമ്മളെ നാട്ടിലത് പോലെയല്ല, ഇവിടെ എല്ലാവർക്കും ഒരു മിനിമം വേജ് ഉണ്ടല്ലോ. അപ്പോൾ ആ കമ്പനി അവരെ വിടും, ആ ഗസ്റ്റുകൾ വന്ന് അവിടെ നിൽക്കും. അപ്പോൾ അവർ രണ്ടാഴ്ചത്തെ പണിയായിരിക്കും. അവർക്ക് ഹോട്ടലിൽ ഇപ്പം 5 ആളുണ്ടെങ്കിൽ, ഹോട്ടലാണെങ്കിൽ ഇവരെല്ലാം ഒറ്റയ്ക്ക് കിടക്കും. ഒരു റൂമിൽ 2 പേര് കിടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരു റൂമിൽ 2 പേര് കിടക്കാനായിട്ട് നമ്മൾ സിപ്പ് ബെഡാക്കും. അതായത് ബെഡിന് ഒരു സിബുണ്ട്, സിബ് തുറന്നു കഴിഞ്ഞാൽ 2 സിംഗിൾ ബെഡാക്കി മാറ്റാം, ചേർത്ത ഡബിൾ ബെഡും ആവാം. അപ്പം ഈ ഫ്രീസർ നമ്മൾ പണിത് ഇതിന് പണിക്കാരെ മാഞ്ചസ്റ്ററിൽ വന്നപ്പോൾ Airbnb തങ്ങിയത് അപ്പോൾ അവർക്ക്, കാരണം കമ്പനിക്ക് അഫോർഡബിൾ അതാണ്. മറ്റേത് ഓരോ മുറിക്ക് 150 പൗണ്ട് വെച്ച് കൊടുക്കണം. ഇത് 150 പൗണ്ട് കൊടുത്താൽ 2 ബെഡ്റൂം ഹൗസ് കിട്ടും. അപ്പോൾ അവർക്കെല്ലാം ഒന്നിച്ച് നിൽക്കുകയും ചെയ്യാം. നമുക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവർ രാവിലെ പണിക്ക് പോകും, പിന്നെ ഇലക്ട്രിസിറ്റി എല്ലാം ലാഭമാണ്. രാത്രി ഇവർ വരുന്ന കിടന്നുറങ്ങും, കഴിഞ്ഞു നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അവർക്കും ഇഷ്ടം, നമുക്ക് അത് ലൊക്കേഷൻ ബേസ് ചെയ്ത് നമ്മളത് ഇടുന്നതാണ്. മിനിമം 2, മിനിമം 3. ഇപ്പം അങ്കിള് പറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മിനിമം 4 ഒക്കെ ഇടും. മൺഡേ ടു തേഴ്സ്ഡേ ഇടും. എന്നിട്ട് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 days ബുക്കിംഗ് അങ്ങനെ ഇടും. അപ്പം ബുക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടേ
അതെ, അത് ടൂറിസ്റ്റ് ലൊക്കേഷനിൽ അതാണ് സ്യൂട്ടബിൾ. ജപ്പാനിൽ പോയപ്പോൾ അവർ വന്ന് നമ്മുടെ ഫുഡ് പോസ്റ്റ് കൂടി ഇരിക്കുന്നതല്ലേ, ഇന്നെ വരെ കണ്ടിട്ടില്ലാത്ത സാധനമാണ്. അവർ വന്ന് കുക്ക് ചെയ്യും, പാത്രം കഴുകും, നമ്മുടെ പെർമിഷൻ ചോദിക്കും, ഞാൻ ചെയ്തോട്ടെ. അവർ അങ്ങനെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പോലെ അവർ ചെയ്യും. വീട് തന്നെയല്ലേ, നമ്മളെന്ത് പറയാൻ. ഫുഡ് കഴിക്കും, ഫുഡുണ്ട്, ഇന്ത്യൻ ഫുഡ് എല്ലാം ട്രൈ ചെയ്യും. കാരണം ഞങ്ങൾ പോയപ്പോൾ എങ്ങോട്ടെങ്കിലും കറങ്ങിയിട്ട് വൈകുന്നേരം വരുവാണെങ്കിൽ അവരവിടെ നിൽക്കുന്നിട്ട് പറയും, ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഞാൻ ചെയ്യാം. അവർക്ക് 2 പ്രോപ്പർട്ടി ഉണ്ട്. അവരത്രയും അത് ജപ്പാനീസ് മൊത്തത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ ടീമിന് 25 പേർക്ക് ചേർന്നിട്ട് നമ്മൾ എക്സെട്രില്ലേ ഡെവനിൽ നമ്മളൊരു വീട് ബുക്ക് ചെയ്തായിരുന്നു. 25 പേർക്ക് എടുക്കാൻ പറ്റിയ വലിയൊരു വീട്. അത് റോഡിൽ നിന്ന് മാറി അകത്ത റോഡൊക്കെ ഓടിച്ച് നമ്മൾ 2-3 മലയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മലയുടെ നടുക്കാണ് വീട്. അവിടെ ലിവിങ് റൂമൊക്കെ ഫുള്ള് ഗ്ലാസ്, വെളിയിൽ ഷീപ്പൊക്കെ നിൽക്കുന്നത് കാണാം നല്ല രീതിയിൽ. അപ്പം ആ ഏരിയ ഒക്കെ പോകുന്നെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഒന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. ഇത് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇടുന്ന പ്രോപ്പർട്ടിയാണ്, നല്ല പ്രോപ്പർട്ടിയാണ്. ഡസ്റ്റല്ല, നല്ല റേറ്റുമാര് ഒരു ഓൾമോസ്റ്റ് എന്നും അത് സോൾഡ് ഔട്ട് ആയിരിക്കും. ഞാൻ ലണ്ടനിൽ നല്ല വലുപ്പമുണ്ടല്ലോ, നല്ല വലുപ്പമുണ്ട്, നല്ല ഏരിയ, ലൊക്കേഷൻ വൈസ് സൂപ്പർ. അത് ഞാൻ ലണ്ടനിൽ ഇതുപോലെ കുറച്ച് അടുത്ത സെപ്റ്റംബറിൽ കുറച്ച് സാധനം തപ്പി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലിസ്റ്റ് ഒന്ന് അയച്ചാ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്തെ മോഡേൺ ബുക്ക് ചെയ്യുന്നതിന് പകരം ഇവിടുത്തെ ഇംഗ്ലീഷി സ്റ്റൈൽ വീടുകൾ കിട്ടും. എയർബിഎൻബി വേറൊരു ഫീലാ. ഇത് കൂട്ടല്ലേ, ഇതിലും ഇംഗ്ലീഷ്. അതിന് ഇതിനകത്ത് കയറുമ്പോഴേ കോട്ടേജ് ടൈപ്പ് സാധനം വരും. അതായത് നമ്മൾ ഇത് അതിലോട്ട് ആവാൻ ശ്രമിക്കുന്നേ ഉള്ളവര് ഒന്നും കൂടെ ആവുന്നുണ്ട്. അതെ, അതിനകത്ത് കയറുമ്പോൾ നമ്മള് 100 വർഷം ബാക്കിലേക്ക് പോയ ഫീലാണ്. പക്ഷെ സാധനങ്ങൾക്ക് നല്ല വൃത്തിയും എല്ലാം നല്ലതാണ്. തടിയുടെ ഐറ്റംസ് ആയിരിക്കും പല. ഇല്ല, അത് വേറൊരു ഫീലാണ്. അത് നല്ല രസമാണ്. അങ്ങനത്തെ വലിയ വീടുകളും എല്ലാം കിട്ടും. നല്ല, പക്ഷെ ചെറുതാകുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. അത്ര വലുതാവരുത്. ആ ഒരു കോസി ഫീൽ അപ്പോഴേ കിട്ടത്തുള്ളൂ. അത് പിന്നെ ഒരു സ്ഥിരം വാക്കാ. സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് SEOയിൽ കയറി വരാൻ അവർ അതും കൂടെ പേരിനകത്ത് കോസി കോസി എന്ന് പറഞ്ഞു. ശരിക്കും ഇന്ത്യയിൽ നിന്ന് ബുക്ക് ചെയ്യുന്നതാണോ റേറ്റ് കൂടുന്നതോ ഇവിടുത്തെയാണോ? ഇവിടെ ലോക്കലിൽ നിന്ന് ബുക്ക് ചെയ്യുന്നതാണോ റേറ്റ്? ഇല്ല, അത് മാറത്തില്ല. അത് ഇവരിടുന്ന പ്രൈസ് മാറത്തില്ല. കൺവേർഷൻ അല്ല, കൺവേർഷൻ ഒക്കെ അവിടുത്തെ വെച്ച് INR വരാൻ എക്സാക്ട് ഇവിടുത്തെ ബുക്ക് ചെയ്താലും INR കൺവേർഷൻ സെയിം ആയിരിക്കുമോ? മോസ്റ്റ് ലൈക്ലി സെയിം ആയിരിക്കണം. അതെ. എയർബിഎൻബിയെ കുറിച്ച് എല്ലാവരും പഠിച്ചു വരുന്നുള്ളൂ തോന്നുന്നല്ലേ. ഇത് 50 മിനിറ്റ് വാക്കിങ്ങിന്റെ സ്ഥലമൊക്കെ ഉണ്ട്. ലൊക്കേഷൻ അടിപൊളിയല്ലേ? ഒരു സംശയമില്ല, അടിപൊളിയല്ലേ? ഇതാ വീട്. നമ്മളിത് കണക്ക് വണ്ടി എടുത്ത് ഞങ്ങൾ 2 പേരും കൂടെ മലയുടെ ഇടയ്ക്കൂടെ പോകും. ഹൗസസ് ഫോർ സെയിൽ ബോർഡ് നോക്കിക്കൊണ്ട് റാൻഡംലി ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇനിയിപ്പം കൊടുത്തില്ലെങ്കിലും നമുക്ക് ചുമ്മാ പോയി നിൽക്കാൻ നല്ല ഫീലാണ്. വലിയ വീടല്ല, ചെറിയ 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 വീടുകൾ. 50 മീറ്റർ കഴിഞ്ഞാൽ അന്നേരം വാക്കിങ് 50 മിനിറ്റ് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. എയർബിഎൻബി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അകത്ത് ചെയ്യുന്ന വർക്കുകൾ നമ്മൾ പൈസ സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നും നോക്കരുത്. ഗസ്റ്റിനുള്ള ഫീലിംഗ് മാത്രം ഫോക്കസ് ചെയ്ത് ശരിക്കും മറ്റേ പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യലാണ്. പക്ഷെ നല്ല ടൈലൊക്കെ അതാണ് മെയിൻ്റെനൻസ് വൈസ് അതാണ് നല്ലത്. പക്ഷെ ഇത് ജസ്റ്റ് 19ൽ ബിൽറ്റ് വീടാണ്. പുള്ളി 7 years ഓൾഡ്. ഈവൻ 3 years ഇനി ഇതിൻ്റെ വാറൻറ്റിയും കൂടെ നിൽക്കും. ബാക്കി അടിപൊളി ക്ലീനാണ് സംഭവം. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി ഒരാൾ വാങ്ങിക്കുന്നത്. നമ്മൾ താല്പര്യം കാണിക്കാറുണ്ട്, മറ്റൊരാൾ അങ്ങനെ പറഞ്ഞേക്കുന്ന ആദ്യമായിട്ടാണ്. ഒരു മണിക്കൂർ വെച്ചുണ്ട്, 1.5 മണിക്കൂറുണ്ട്. അല്ല, എന്നാലും അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആൾക്കാർ ഈ വാങ്ങിക്കുന്ന ആൾക്കാരുടെ മൈൻഡിൽ വാടകയ്ക്ക് കൊടുക്കണം എന്നൊരു മെന്റാലിറ്റി മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ അപ്രിസിയേഷൻ വൈസ് അത്ര എക്സ്പെക്ട് ചെയ്യണ്ട. നമ്മൾ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോയിലാണ്. ക്യാഷ് ഫ്ലോ കിട്ടുമെങ്കിൽ മനസ്സിലായില്ലേ? നമുക്ക് അപ്രിസിയേഷൻ ബോധർ ചെയ്യണ്ട. അപ്രിസിയേഷൻ നോക്കാനാണെങ്കിൽ എത്ര ഇത് റിട്ടേൺസ് കിട്ടും ശരിക്കും? ഒരു മാസം ഒരു അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഇത് അഗൈൻ നമ്മൾ മൊത്തത്തിൽ ജനറലി ഞാൻ ചോദിച്ചു 3 bedroom 3 bathroom. ഇതാണ് 2.5 അത്ര വരെ 2.5. ഇപ്പം ഞാൻ അത് കുറ്റം പറയുന്നതായിട്ടല്ല, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇഫ് ഇറ്റ് വാസ് മീ
ഇതേ ലൊക്കേഷനിൽ ഞാൻ വാങ്ങിക്കുന്ന വീട് പൊളിഞ്ഞ വീട് വാങ്ങിക്കും, ഞാൻ കംപ്ലീറ്റ്ലി പൊളിഞ്ഞത് വാങ്ങിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. ഇത് വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ ലോവസ്റ്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ഇടുന്നതിനോട് കുറച്ച് കാശും കൂടെ മാറ്റി വെച്ചിരുന്ന അത് വെച്ച് നമ്മൾ റീഫർബ് ചെയ്യും. റീഫർബ് ചെയ്യുമ്പം നമ്മളിപ്പം 1.5 വാങ്ങിച്ചെന്ന് വെച്ചോ, പുതിയ വാല്യൂ നമ്മളെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ 2.5 ആയെന്ന് വെച്ചോ, നമുക്കത് റീഫൈനാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഓൾറെഡി അറിയായിരിക്കും. റീഫൈനാൻസ് ചെയ്താൽ നമ്മളെ വീടിൻ്റെ പുതിയ വാല്യൂ 2.5 ആയില്ലേ, 2.5യുടെ 75% ബാങ്ക് ലോണായിട്ട് നമുക്ക് ഇട്ട് തരും. അപ്പം നമ്മൾ ബേസിക്കലി കൈ നിട്ടില്ലേ, മൊത്തം തിരിച്ച് കിട്ടി. ഇനി എന്ത് കിട്ടിയാലും വി ആർ ബാക്ക് ടു പഴയ പൊസിഷൻ ആയി കഴിഞ്ഞു. ഇനി ആ വീട് ഈ പറഞ്ഞ Airbnb റൺ ചെയ്യുമ്പോൾ ക്യാഷ് ഫ്ലോ മാക്സിമൈസ് ചെയ്യാം. മന്ത്ലി എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും? അഗൈൻ ഇപ്പോൾ ഈ വീടാണെങ്കിൽ നമ്മളിപ്പം ലെറ്റ്സ് ഒരു ലൊക്കേഷൻ അറിയില്ല, ഞാൻ വെറുതെ ഗസ്റ്റ് അടിക്കുകയാണ്. കാരണം അത് ഭയങ്കര ഡിഫറൻസ് ആണ്. ഇപ്പൊ ലണ്ടനാണെങ്കിലോ? ലണ്ടനാണെങ്കിൽ നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടും. പക്ഷെ എന്നാൽ തന്നെയും ഇപ്പൊ ഞാൻ നിൽക്കുന്ന എൻ്റെ വീട് തന്നെ കൊടുത്തെന്ന് വെച്ചോ, എൻ്റെ വീട് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 285 പൗണ്ട് കിട്ടും പെർ നൈറ്റ്. 285 പൗണ്ട് കിട്ടും പെർ നൈറ്റ്. അവിടുത്തെ ഒക്യുപ്പൻസി എന്ന് പറഞ്ഞാൽ 27 നൈറ്റ്സ് ആവറേജ്. 27 നൈറ്റ്സ് നിയർലി 7,500 പൗണ്ട് ഇരിക്കും. ഇതിൽ നിന്ന് 15% എയർബിഎൻബിയുടെ ചാർജ്. 15. മെയിൻ്റെനൻസ് വൈസ് നത്തിങ് അറ്റ് ഓൾ. ക്ലീനിങ്ങിന്റെ ഫീ നമ്മൾ ഗസ്റ്റിന്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിക്കും. അത് കൂടാതെ 7,600 അല്ല, കൂടാതല്ല, ഈ 7,600 വരുന്ന 1,100 സബ്ട്രാക്ട് ചെയ്യാം. അത് എയർബിഎൻബി ചാർജ് ചെയ്യുന്ന കമ്മീഷനാണ് 1,600. പിന്നെ നമ്മളെ ബിൽസും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ അതൊരു 200 കൂട്ടിക്കോ, മൈനസ് കൗൺസിൽ ടാക്സ് ഒരു 200 കൂട്ടിക്കോ, ബാക്കി 5,600. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര ഉണ്ടായിരുന്നു? ഈ ഇങ്ങനത്തെ വീട് വാങ്ങിക്കാനത്ത് ഒബ്വിയസ്ലി വെരി ഹൈ. ഇപ്പം അങ്ങോട്ട് അടുത്ത 500 ആ ഒരു റേഞ്ചിലായിരിക്കും. 350-400 അബവ് ആയിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ അഗൈൻ നമുക്ക് ഇങ്ങനത്തെ വീടുകൾ 400,000 500,000 ആ റേഞ്ചിലോട്ട് വരും. ആ ഒരു 285 ഈ ഹോസ്റ്റിങ്ങിന്റെ ചാർജ് നമ്മൾ അതായിട്ട് പറയുന്നുണ്ടോ, അതോ ജസ്റ്റ് 285 ഹോസ്റ്റിന് എടുത്ത് കൊടുക്കുമല്ലേ ഈ ക്ലീനറിന് കൊടുക്കുമല്ലേ ചെയ്യുന്നത്? അല്ലല്ല, നമ്മൾ 285 എന്ന് പറഞ്ഞാലേ ഇപ്പം എൻ്റെ ആണോ പറഞ്ഞാൽ? അല്ല, ജനറലി അത് ഹോസ്റ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാനിപ്പോൾ ഇടാറുണ്ട് 285 പെർ നൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗസ്റ്റ് പേ ചെയ്യുന്നത് 285 ആയിരിക്കത്തില്ല, പ്ലസ് ക്ലീനിങ് ആയിരിക്കും. ഇപ്പം ഞാൻ ഈ കേസിൽ ഇടുമ്പോൾ ഇമാജിൻ 200 പറയുന്നത് വെച്ചാൽ 150 പറയുന്നത്, 150 പ്ലസ് ക്ലീനിങ് ചാർജ്. 5 ദിവസത്തേക്ക് ഒരു ഗസ്റ്റ് ബുക്ക് ചെയ്താൽ അല്ലല്ല, അത് ലാസ്റ്റ് എത്താൻ നേരത്തെ ചില ഹോസ്റ്റലുകൾ അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പം ഇനി അവർ അങ്ങനെ ഇട്ടില്ല എന്ന് വെച്ചോ, അത് അവർ ബാലൻസ് ചെയ്യും പ്രൈസിനകത്ത്. അതെ, ഒറ്റ പ്രൈസ് ആണെങ്കിൽ അവർ ആ ക്ലീനിങ് ഫീ അതിനകത്ത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അതും ഇക്ക ബുക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ് അനുസരിച്ച് അവർ മനസ്സിലായില്ലേ? ചിലപ്പോൾ ഡേയ്സ് കൂടുതലാണെങ്കിൽ കുറയും. ഇപ്പൊ 2 ദിവസമാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും, 5 ആണെങ്കിൽ കുറച്ച്, 4 കുറയും. അത് നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അതിനനുസരിച്ച് ചാർജ് ചെയ്യാം. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ ഇവൻ ഇലക്ട്രിക് ചാർജറിന് കൊടുക്കാൻ പോകും. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് കൊടുക്കാൻ പോകും. ഈ ഹിൽ ഏരിയ അല്ലേ, ഇവൻ അവിടെ വണ്ടി ഓടിച്ച് അവിടെ ചെന്നു, പീസ് ഓഫ് മൈൻഡ്. പക്ഷേ ഒരു QR കോഡ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യുമ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി കഴിയുമ്പോൾ ഇത് ഓണാവും. എന്നിട്ട് ക്യാമറ പുറത്ത് വെക്കും, ഇനി അകത്ത് വല്ല വയറ് വലിച്ച് കുത്തുന്നുണ്ടോ അറിയാൻ വേണ്ടി. നമ്മൾ ഇൻകം വൈസ് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വെൻഡിങ് മെഷീൻ അതൊന്ന്. രണ്ടാമത്തെ സാധനം നമുക്ക് ജക്കൂസി ഇല്ല, ഇവിടുത്തെ ആൾക്കാർക്ക് വെള്ളത്തിൽ കിടക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. ആ സാധനം ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ സ്വന്തം വീടായതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കാനും ഇല്ല. പോയിന്റ്സുകൾ നമുക്ക് ഉണ്ടാവും. ചില ഒരു എലമെന്റ്സ് ആയിരിക്കും നമുക്ക് പിടിച്ചിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരാം. ഒരു ഇലക്ട്രിക് ചാർജറിന് അതിന് QR കോഡും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് നമ്മൾ അപ്രൂവൽ കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഞാനതിന് പോകുന്നില്ല, കാരണം ആരും നമ്മൾക്ക് നമ്പരൊന്നും തരികയില്ല. നമ്മൾ ചിലപ്പോൾ അൺയൂഷ്വൽ ടൈമിൽ വിളിച്ചെന്ന് വരും. അപ്പോൾ ഞാൻ പഠിച്ചു ഓൾറെഡി. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി കഴിയുമ്പോൾ ഇവന് ചാർജ് ചെയ്യാൻ പറ്റും. അവന് ഇത്ര 50 വേണം, 40 വേണം. അപ്പോൾ ഇവന് പിന്നെ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വില്ലേജായത്, കണ്ടില്ലേ? പക്ക വില്ലേജാണ്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ ആ ഒരു ഫെസിലിറ്റി പക്ക കൊടുക്കാതെ ക്യാമറ പുറത്ത് വെക്കും. പരിപാടിയുണ്ട്. നമ്മൾ ഈ ജക്കൂസി ഇതിനൊക്കെ ഓരോ ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നൈറ്റ്ലി പ്രൈസിലില്ലേ 10 പൗണ്ട് 20 പൗണ്ട് വെച്ച് നൈസായിട്ട് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ പോലത്തെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ജക്കൂസി ഉണ്ട്, അതുകൊണ്ടാണ് 200 അല്ല പകരം 210 ആണെന്ന് പറയാൻ പറ്റും.
അപ്പോൾ അത് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ നമ്മളെ പൂള് ടേബിൾ ഇല്ലേ, അതൊക്കെ നല്ല രീതിയിൽ ആൾക്കാർക്ക് താല്പര്യമുള്ള സാധനങ്ങളാണ്. പിന്നെ മറ്റേ സോക്കർ, സിംഗിൾ ഇൻവെസ്റ്റ്, സ്വന്തം വീടാണ്ടത് നത്തിങ് റിയലി മാറ്റേഴ്സ്. വാങ്ങിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ സൗകര്യമാണ്. ഒക്കെ പറഞ്ഞതാണെങ്കിൽ തന്നെയും നമ്മൾ അങ്ങനത്തെ ഇത് ഡിപ്പെൻഡിങ് ഓൺ ലൊക്കേഷനാണ്. നമ്മൾ എത്ര ബുക്കിംഗ് കിട്ടും എന്നുള്ള അനുസരിച്ചിരിക്കും. 150 വെച്ച് ചാർജ് ചെയ്യുന്നൊരു, നമ്മളെപ്പോഴും നോക്കേണ്ടത് 15 ദിവസം ബുക്കിംഗ് ആവറേജ് വരുന്നത് നമുക്ക് നെറ്റിൽ ചില പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വാങ്ങിക്കുന്ന വീടിന്റെ ചുറ്റുവട്ടത്ത് ഏതൊക്കെ Airbnb ഉണ്ട്, അവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എത്ര ബുക്കിംഗ് കിട്ടി എല്ലാം കിട്ടും. അവരെത്ര കാശ് ഉണ്ടാക്കി എല്ലാം അറിയാൻ പറ്റും. അതിനനുസരിച്ച് ഒന്ന് നമ്മൾ നോക്കിയാൽ മതി. പിന്നെ 15 നൈറ്റിൽ നമുക്ക് ബ്രേക്ക് ഈവൻ ആവണം മിനിമം. ആ രീതിയിൽ ബാക്കി വരുന്ന പ്രോഫിറ്റോട്ട്. പിന്നെ സ്വന്തം വീടാകുമ്പോൾ നമ്മളെ കോസ്റ്റ് ഒന്നും കൂടെ കുറയും. നമുക്ക് വാടകയല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഞാനിത് ബൈറ്റ് ലെറ്റർ എന്ന് പറഞ്ഞു, അതിന്റെ മോർഗേജ് പോലും ഹോളിഡേ ലെറ്റർ എന്നും പറഞ്ഞ മോർഗേജ് ഹോളിഡേ ലെറ്റർ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്തില്ലല്ലോ. സ്റ്റാമ്പ് ഡ്യൂട്ടി വരും ഇല്ലില്ല, യു ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക്. ഹോളിഡേ ലെറ്റർ ആയിട്ട് വാങ്ങിക്കുന്ന മോർഗേജിന്റെ ദർശനം സ്റ്റാമ്പ് ഡ്യൂട്ടി തിരിച്ചു വാങ്ങിക്കാം. അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ക്ലെയിം ചെയ്യും. ആദ്യം തന്നെ ക്ലെയിം ചെയ്യാം. സ്റ്റാമ്പ് ഡ്യൂട്ടി എത്ര കൊടുത്തിട്ടില്ല, ഈ ആഴ്ച സ്റ്റാമ്പ് ഡ്യൂട്ടി തിരിച്ചു വാങ്ങിക്കാം. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഹോളിഡേ ലെറ്റർ എന്ന് പറയുന്ന മോർഗേജ് എടുത്തു കഴിഞ്ഞാൽ ദർശനം സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇവിടുത്തെ രസം എന്താ അറിയാം, ഞാൻ ഡോക്ടറാണ്. നമ്മളെ നാട്ടിൽ പോയ ഒരു ഡോക്ടറെ അടുത്ത് 10 ഡോക്ടറിന്റെ അടുത്ത് ഒരു അസുഖം എന്നാ പറയുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു ഡോക്ടർ പറയും പ്രോബബ്ലി ഇതായിരിക്കും, അടുത്ത ഡോക്ടർ പറയും പ്രോബബ്ലി ഇതായിരിക്കും. പ്രോബബിൾ ഡയഗ്നോസാ, ഡെഫിനറ്റ് ഇല്ല ഇവിടെ. അതേ കണക്കാണ് സോൾസിറ്റർ. അവർക്ക് അറിയാവുന്നത് അവർ പറഞ്ഞു തരും. അവർ ചെയ്ത് ട്രസ്റ്റ് മീ. ഹോളിഡേ ലെറ്റ് എന്ന് പറഞ്ഞെടുത്താൽ ദേഴ്സ് നോ സ്റ്റാമ്പ് ഡ്യൂട്ടി, യു ഡോണ്ട് ഹാവ് ടു പേ. ഇനി അടച്ചാലും യു ക്യാൻ ക്ലെയിം ഇറ്റ് ബാക്ക്. അടച്ചിട്ടില്ല. ഇപ്പൊ ഇന്നിപ്പോ ഫൈനൽ ഞാൻ പേപ്പറൊക്കെ ഇപ്പൊ കൊടുത്തതേ ഉള്ളൂ. എത്ര വരും സ്റ്റാമ്പ് ഡ്യൂട്ടി? കുറച്ച് 14,000. 250 എന്നല്ലേ പറഞ്ഞ? 33 എന്ന് പറയുമ്പം 0.5 അല്ലേ? ഇപ്പൊ കുറഞ്ഞില്ലേ? 3 എങ്ങണ്ടായില്ലായിരുന്നോ? 250 താഴെയൊക്കെ ആണെങ്കിൽ 14,000 തിരിച്ചു കിട്ടാ കേട്ടോ ഹോളിഡേ ലെറ്റ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഹോളിഡേ ലെറ്റ് എന്ന് പറഞ്ഞൊരു വീട് വാങ്ങിക്കുന്ന ആളെ കാണുന്നത്. അത് പേ ചെയ്യണ്ട. ഇപ്പൊ നമ്മള് കൺഫേം ചെയ്താണ്. അപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പകുതി നമ്മള് നമ്മള് ഹോളിഡേ ലെറ്റ് എന്ന് നമ്മളെ മോർഗേജിനകത്ത് മെൻഷൻ ചെയ്ത് ദാറ്റ്സ് ദി സോൾ പർപ്പസ് ഓഫ് ദി പ്രോപ്പർട്ടി, യു ഡോണ്ട് പേ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഓൾസോ ദേഴ്സ് നോ കൗൺസിൽ ടാക്സ്. അടയ്ക്കരുത്, കൗൺസിൽ ടാക്സ് അടയ്ക്കണ്ട. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് 11 മാസം കൊടുക്കാവുന്നുണ്ട്. എന്ത്? അത് ഞാൻ കേട്ടായിരുന്നു. 11 മാസമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ കൗൺസിൽ ടാക്സിന് എക്സെപ്ഷൻ കിട്ടണമെങ്കിൽ. അല്ല, 11 മാസമേ ഉള്ളൂ കൗൺസിൽ ടാക്സ്. 10 മാസമേ ഉള്ളൂ കൗൺസിൽ ടാക്സ് എനിവേ. അല്ലല്ലോ, പക്ഷേ നമുക്ക് ലോങ് ടേം. സോ നിങ്ങളിപ്പോൾ മാനേജ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിൽ ഇഫ് യു ആർ ക്ലാസിഫൈഡ് ആസ് എ സ്മോൾ ബിസിനസ് യു ഡോണ്ട് പേ കൗൺസിൽ ടാക്സ്. ദാറ്റ്സ് എ ഫോം. അത് ആദ്യം കൊടുക്കണം. എന്നിട്ട് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് കൗൺസിലായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൗൺസിൽ ടാക്സിന് കൊടുക്കണ്ട. അവിടെ അടുത്ത കാഴ്ച സേവ് ആയി. മന്ത്ലി ക്യാഷ് ഫ്ലോ. പക്ഷെ അതിനകത്ത് വേറൊരു ഒരു ഒരു ബിൽഡിംഗ് വിൽക്കാൻ വന്നു. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇറ്റ്സ് അലൗഡ് ടു ലെറ്റ് ഓൺലി 11 months എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റ് മീ, നത്തിങ് അങ്ങനെ ഹോളിഡേ ലെറ്റ് ആയിട്ട് എന്നിട്ട് പറയാ ഡ്യൂ ടു 0 കൗൺസിൽ ടാക്സ് എന്ന്. കൗൺസിൽ ടാക്സ് 0 ആയതുകൊണ്ട് 11 months കൊടുക്കാവുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. Airbnb ആയിട്ടോ? അത് ഹോളിഡേ ലെറ്റർ തന്നെയാണ്. അത് Airbnb അല്ല. ശരി, അത് ഓൾറെഡി ഒരു സീ സൈഡിലൊരു പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത് 11 months അലൗഡ് ഉള്ള അങ്ങനെ എഴുതി. എവിടുന്ന് കിട്ടിയ പേപ്പർ? അത് പിന്നെ ഓൺലൈനിൽ വീട് വിൽക്കാനുള്ള പ്രോപ്പർട്ടി വിൽക്കാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത്. പുറത്തുനിന്ന് കിട്ടും. ഇനിഷ്യൽ ഡെപ്പോസിറ്റ് ഒക്കെ കൂടുതൽ ഇട്ടാൽ മതി. എന്നിട്ട് നാട്ടിലത്തെ ഇൻകം കാണിച്ചിട്ട് വെരിഫൈ ചെയ്യാം. കുറച്ചും കൂടെ ലോങ്ങറും ടഫറും പ്രോസസ്സാണ്. പക്ഷേ യെസ്, പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. 25% ആണ് നമ്മൾ ആദ്യം പേ ചെയ്യേണ്ടത്. അത് ഇക്കായിക്ക് താമസിക്കാനുള്ള വീടാണെങ്കിൽ 5 to 10, ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ 25%. പക്ഷേ ഇക്ക വാടകയ്ക്ക് കൊടുക്കുന്ന പർപ്പസിനാണെങ്കിൽ അത് ഇക്കയുടെ പേരിലായിരിക്കത്തില്ല. ഇക്ക ഒരു കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനിയുടെ പേരിലായിരിക്കും ഇക്ക ചെയ്യുന്നത്. അപ്പോൾ ഇക്ക എവിടെയാണെങ്കിലും ഒരു കുഴപ്പമില്ല. എന്തായാലും കൊള്ളാം. വെരി ഡിഫറെന്റ് വേ ഓഫ് പർച്ചേസിങ്. ഞാൻ വെറൈറ്റി. പക്ഷെ അത് കീപ്പനായി അടയ്ക്കുന്ന പരിപാടിയില്ല. അതെ അതെ, അത് എങ്ങനെ വന്നാലും
നമ്മളെടുത്ത് ഒരു സാധനമേ നമ്മളെടുത്ത് നേരെയുള്ള പൈസ റൈറ്റ് ആളെ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് അതൊക്കെ വന്നില്ല. ഇന്നലെ ഏതായാലും ഇവർക്ക് അവിടെ പോകാൻ തോന്നി, നിങ്ങളെ സർവീസ് വെച്ച് കാണും. ഇതൊക്കെ ഭയങ്കര നെറ്റ്വർക്ക് അല്ലേ, ഇതൊക്കെ മുകളിൽ ആൾ കാണുന്നുണ്ട്. നമ്മൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറ്റുമെന്ന് കേട്ട് കഴിഞ്ഞാലേ പറ്റില്ല എന്ന് ആൾക്കാർ പറഞ്ഞാൽ പറ്റുമെന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കുന്നവർ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കണ്ടുപിടിച്ചേ ഇറങ്ങത്തുള്ളൂ. കാരണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വീ നോ അത് വർക്കാവുന്നത്. പിന്നെ ആൾക്കാർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നേ പറയാൻ പറ്റും അവരെ കൊണ്ട്. അവരോട് വെച്ചിട്ട് കാര്യമില്ല. അത് ഇച്ചിരി ഡീറ്റെയിൽ ഇപ്പോൾ ഞാനൊരു സോഴ്സിനെ വിളിക്കാം. അപ്പോൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്, എന്തിൻ്റെ ബേസിലാണ് പറയാൻ പറ്റുന്നത്? ഹോളിഡേ കമ്പനിയുടെ ഇത് ഗവൺമെൻറ് പറയുന്നതാണ്. ഇപ്പം ദർ ആർ അനദർ മെത്തേഡ്സ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. വാങ്ങിക്കുന്ന വീട് ഇഫ് ഇറ്റ് ഈസ് ഇൻഹാബിറ്റബിൾ, നമുക്ക് താമസിക്കാൻ പറ്റാത്ത വീടാണെങ്കിൽ ദർസ് നോ സ്റ്റാമ്പ് ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കും ആൻഡ് ദെൻ യു ക്ലെയിം ഇറ്റ് ബാക്ക്. കാരണം അത് താമസിക്കാൻ പറ്റാത്ത വീടാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണ്ട. അതേ കണക്കത്തെ ഒരു സാധനമാണ് ഇഫ് ഇറ്റ് ഇസ് എ സോൾ പർപ്പസസ് ഹോളിഡേ ലെറ്റ് ദർസ് നോ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇലക്ട്രിക് കമ്പനിയായിട്ടും അത് ഹോളിഡേ ലെറ്റിനുള്ള മറ്റേ കോഡില്ലേ അത് വെച്ചാൽ ഞാൻ കമ്പനി പോലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതാ 6831066. അത് അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കി കമ്പനിയാണ്, അതിൻ്റെ പേരിലാണ് വാങ്ങുന്നത്. എന്നാൽ അത് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. കമ്പനി ആയതുകൊണ്ട് സ്റ്റിൽ എൻ്റെ ഓർമ്മയിൽ എന്നാലും വേണ്ട എന്നാണ്. സോൾ പർപ്പസ് ഇതാണെങ്കിൽ പേഴ്സണൽ നെയിമിൽ 100% ഇല്ല. പേഴ്സണൽ നെയിമിലാണെങ്കിൽ ഇതല്ല ഫാൻഡം ആണത്. അല്ല, ഇത് ഗോസ്റ്റ്. എൻ്റെ പേര് വള്ളം. ഇതിവിടെ നമുക്ക് പല പ്രൈസ് കിട്ടും. നമ്മൾ എടുത്ത മോഡല് കിലോമീറ്റർ വെച്ച് ഞാൻ പിന്നെ ഒരുപാട് പണിയുന്ന ആളാണ്. മൈൽസ്, കിലോമീറ്റർ അല്ല മൈൽസ്. നോക്കാനോ? ഇന്നേ വരെ ഓൺ ചെയ്ത വണ്ടികളിൽ നോക്കിക്കൊണ്ട് കിടക്കാൻ ഏറ്റവും എക്സ്പെൻസീവ്. കഴിഞ്ഞ സർവീസ് അത് വണ്ടിയുടെ എംബ്ലം ആരോ പിടിച്ചൊന്ന് ഇതാക്കി. നോർമൽ സർവീസ് കോസ്റ്റ് ഡിപ്പെൻഡിങ് ആണ്. 3,000 pound to 6,000-7,000 pound വേരി ചെയ്യും. വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ പ്രൊഡക്റ്റ് ഒക്കെ? വീട്ടില് ഐറ്റം ആ സൈഡിലോട്ട് ഇല്ല. ഞാൻ കുറച്ച് സാധനം റെഡിയാക്കി തരാം. കുറച്ച് ഐറ്റംസ് അവള് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം. ഒരു ഓൺലൈൻ കോഴ്സ് പ്രോപ്പർട്ടി ബിസിനസ്. പ്രോപ്പർട്ടിയുടേത് നമ്മുടെ കോഴ്സ് അല്ല, അതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിനകത്ത് നമുക്കിപ്പം ഓരോ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ഉണ്ടാകാം. ഇപ്പം നിങ്ങൾ പറഞ്ഞ കണക്ക് പ്രോപ്പർട്ടി റീഫർബ് പഠിപ്പിക്കുന്ന ആളുണ്ട്. 16 പ്രോജക്റ്റോളം മന്ത്ലി ചെയ്യുന്നു. എച്ച്എമ്മോടത് എയർബിഎൻബിക്ക് വേറെ ടീച്ചേഴ്സ്. ഇല്ല, അതിനകത്ത് നമ്മൾ ആർക്കും കയറാൻ പറ്റില്ല. അത് നമ്മളെ ടീം ത്രൂ കോൾ ബുക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ കഴിഞ്ഞാലേ കയറാൻ പറ്റും. 19 pound അത് ഡിഫറെന്റ്. അത് നമുക്ക് അത് ഓൺലൈനിലായിട്ട് നമുക്ക് ഫോണിൽ കൂടെ മനസ്സിലായി. അത് കൂടുതലും നമുക്ക് ഓൺലൈൻ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ മോണിറ്റൈസേഷൻ അങ്ങനത്തേതൊക്കെ പഠിപ്പിക്കുന്നതാണ്. അത് ഞാൻ ഒരു 10 മണിക്കൂർ പഠിപ്പിക്കുന്ന. അത് ഇറക്കാൻ എത്രമാത്രം ചിലവായിട്ടുണ്ടെന്ന് അറിയാം. 15 ലക്ഷം രൂപയോളം ചിലവായിട്ട് നമ്മൾ കൊടുക്കുന്ന എത്രയ്ക്ക് അത് 19 പൗണ്ടിലാണ്. അത്രമാത്രം സാധനങ്ങൾ നമ്മൾ നിറച്ചിട്ട് ചെയ്യുന്നതാണ്. പല സ്ഥലത്ത് നമുക്ക് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നമ്മൾ എടുത്തിട്ട് ചെയ്തതാണ്. പിക്കിൾ മിസ്സിംഗ് ആണ്. വി നീഡ് പിക്കിൾ. ടെൻഡർ മാംഗോ ചിപ്സും ടെൻഡർ മാംഗോയും കട്ട് മാംഗോയും. ഇങ്ങനെ വരാറുണ്ടോ ഈ പഴുത്തതും പച്ചയായിട്ട്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുമാങ്കല്ലേ, അതാണ് ടെൻഡർ. പിന്നെ അതിനകത്ത്
കട്ട് മാംഗോ ഇതൊക്കെ നോർമൽ മാംഗോസ് അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് ഞാൻ കേട്ടില്ല. ഇത് ടെൻഡർ കട്ട് മാംഗോ അല്ലേ ശരിക്കും, ഈ ചെറിയ മാംഗോ അല്ലേ അത് അങ്ങനെ ഉപ്പിലൊക്കെ ഇട്ടിട്ട് ചെയ്യണ സാധനം. പിന്നെ കടുകു മാംഗോ എന്നും പറഞ്ഞിട്ട് വേറൊരു സാധനമാണ്, അത് പീസായിരിക്കും, കട്ട് മാംഗോ പോലെ തന്നെ പീസായിരിക്കും. ഇത് നമ്മുടെ സീനിയർ പൈലറ്റാണ്, ജസ്റ്റിന്റെ കൂടെ 15 വർഷമായി. നമ്മള് ലണ്ടൻ ബേസ്ഡാണ്. അല്ല അത് ടെൻഡർ മാംഗോ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ലെമണും മറ്റേതുമായിരുന്നു കോട്ടൺ സ്വീറ്റോ അതല്ല അത് നമ്മളാണ് എൻ്റെ ആള്. അത് പറഞ്ഞ സ്നാക്സ് നമ്മുടെ ഡ്രൈ സ്നാക്സ് മീൻസ് കപ്പ വറുത്തതോ ചക്ക പൊരിച്ചതോ. ചക്കയാണോ? ചക്ക സ്റ്റോക്ക് ഉണ്ടോടാ? സോറി, ചക്ക ഒഴിച്ചല്ല. പക്കാവട, ടൊമാറ്റോ മുറുക്ക് ബെസ്റ്റ് സാധനം, സൂപ്പർ സാധനം, ട്രൈ ചെയ്യണം. ടൊമാറ്റോ മുറുക്ക് ഒരു കുർക്കുറെ ഫ്ലേവർ. അത് ഇങ്ങനെ സാധനം കഴിച്ചിട്ടില്ലല്ലോ. പുട്ടുപൊടി മസ്റ്റ് പറഞ്ഞ ആവശ്യമില്ല, അത് എടുക്കുന്നുണ്ടോ? ഇരിക്കുന്നതല്ലേ പുട്ടുപൊടി നമ്മൾ എടുക്കുന്നുണ്ട്. വെച്ചോ ഇവിടെ വരുമ്പോ. ഇവിടുത്തെ രാത്രി പോയി. അതെ, മഴയോ മഴ എന്തുണ്ടോ ഉപയോഗിക്കുന്നുണ്ട്, ഇതിന്റെ സിസ്റ്റർ അറിയില്ല വേറെ എന്താ മറ്റേ കിക്ക് സെൻസറുള്ള ഞാൻ അറിഞ്ഞിട്ടില്ല. ഉണ്ടോ? അല്ലടാ, അങ്ങനെയല്ല, പെട്ടെന്ന് എടുക്കണം കാല്. അതന്നെ മതി മതി ഇത്രേ ഉള്ളൂ, കാല് പിന്നെ വെക്കരുത്. ഇപ്പൊ പിടികിട്ടിയ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. This bro. You're just vlogging for the YouTube. Oh, is it? Yeah, that's his car. Big boss. ചിലപ്പോൾ മുമ്പ് ഫിറ്റ്നസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഫിറ്റ്നസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ഓക്കെ ഇന്ന ആക്ഷനബിൾ സ്റ്റെപ്സ് കഴിക്കുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, ഈ വർക്കൗട്ട് ഇങ്ങനെ ചെയ്താൽ ആഫ്റ്റർ ഇത്ര ഡേയ്സ് ഏകദേശം ഇങ്ങനെയാവുമെന്നറിയാം. സെയിം ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ ചെയ്യാൻ നേരത്തെ ഓക്കെ ഇതൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പ്രോബബ്ലി വി വിൽ ഗെറ്റ് ദ റിസൾട്ട് എന്നൊരു ക്ലാരിറ്റി അല്ല, അങ്ങനത്തെ ഒരു ഗട്ട് ഫീലിംഗ് അന്ന് ഉണ്ടായിരുന്നു.
പക്ഷെ ഞാൻ പറയാൻ നേരത്തെ ഐ വാസ് എ ബിറ്റ് മോർ കോൺഫിഡൻറ്റ്. വൈഫിൻ്റെ അടുത്ത് പറയാൻ നേരത്തെ ബിഫോർ 38 ആണ് ഞാൻ അച്ചീവ്. 30 ആയിരുന്നു ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞാ മോസ്റ്റ് ലൈക്ലി ആ ഒരു ടൈം. എനിക്കിപ്പോൾ അത്രയും ആയില്ല കേട്ടോ. 34 ഉണ്ട് എനിക്ക്. ആ ഒരു മൈൻഡിൽ വന്നൊരു നമ്പറായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ പ്രോസസ്. അതുപോലെ ഐ ഹാവ് ഫ്യൂ മോർ ഇൻ മൈ മൈൻഡ് നൗ, ഫ്യൂ മോർ തിങ്സ് വിച്ച് ഇസ് കമ്മിങ് ഇൻ ദ ഫ്യൂച്ചർ ഇൻഷാല്ലാഹ്. അതൊന്നും ഐ എം നോട്ട് സെയിങ് ഓവർ കോൺഫിഡൻസ്. If you look at the pace, you will be able to see first 2 years very hard, and then things start picking up, and then ഞാൻ 2026 ജനുവരി തൊട്ട് ഇപ്പം ജൂൺ വരെ ഞാൻ അച്ചീവ് ചെയ്ത ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ അത്രയും കാര്യങ്ങളാണ്. അപ്പം അത് ഇസ് ബിക്കോസ് ദി എൻവയൺമെൻറ്റ് ഐ മീൻ, the people I'm talking to, the things I'm exposed to, and that's the only reason. അപ്പോൾ മുമ്പ് ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഞാൻ എക്സ്പോസ്ഡ് ആയാലും ഐ വുഡൻറ്റ് ബി ഏബിൾ ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. കാരണം ഞാൻ ആ പൊസിഷനിൽ എത്തണം. വി ഷുഡ് ബിക്കം ദറ്റ് പേഴ്സൺ ഇൻ ഓർഡർ ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അല്ലെങ്കിൽ അതിനനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യാൻ ആ നെറ്റ്വർക്ക് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ വി ഹാഡ് ഒരു 50 മില്യൺ കമ്പനി ടേൺ ഓവർ, 50 മില്യൺ പൗണ്ടോളം ടേൺ ഓവറുള്ള കമ്പനിയുടെ ഡയറക്ടറുമായിട്ട് നമ്മളിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് വൈ ഡു യു തിങ്ക് ദേ ടോക്ക് ടു അസ്? വി ഹാവ് ടു ബ്രിങ് സംതിങ് ടു ദ ടേബിൾ. വൈ ആർ ദേ നോട്ട് ടോക്കിംഗ് ടു സമൺ ഓൺ ദ റോഡ് ദെൻ? മനസ്സിലായില്ല? അപ്പം വി ഷുഡ് ബ്രിങ്, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിരിക്കണം, നമ്മൾ എന്തിലെങ്കിലും നല്ലതായിരിക്കണം. പിക്ക് എ സ്കിൽ ഒറ്റ തവണ. ആ ഒരു സ്കില്ലാണ് ഞാൻ പ്രോപ്പർട്ടി സ്റ്റാർട്ടഡ് വിത്ത് ഫിറ്റ്നസ് ആൻഡ് ദെൻ പ്രോപ്പർട്ടിയിലോട്ട് കയറി ആൻഡ് ദെൻ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ ബിസിനസ് വൈസ് ആണെങ്കിലും നമ്മളങ്ങനെ പഠിക്കുന്നു, ഇമ്പ്രൂവ് ആവുന്നു. സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സ്കിൽ ഇമ്പ്രൂവ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്കവരെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കൊണ്ട് ഗുണമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരാളാണ്, അറ്റ്ലീസ്റ്റ് ബിക്കം എ ഗുഡ് പേഴ്സൺ. സം സോർട്ട് ഓഫ് വാല്യൂ ഹാവ് ടു ബ്രിങ് ടു ദ ടേബിൾ. അതിനൊരു വാല്യുബിൾ പേഴ്സൺ ആവണം, എന്നാലേ മറ്റൊരാളുമായിട്ട് ഇപ്പം ഇഫ് ഐ കാൺ ഹെൽപ്പ് എനി ഓഫ് മൈ ഫ്രണ്ട്സ് ഐ വുഡൻ സ്റ്റേ വിത്ത് ദം. കാരണം എന്നെ കൊണ്ട് അവർക്കൊരു ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിനു ഫ്രണ്ട്സ് ആവുന്നു? അത് പൈസ ആയിരിക്കണം എന്നൊന്നുമില്ല. എനിത്തിങ് നമ്മൾ അവരെ സന്തോഷിപ്പിക്കുന്നതാണെങ്കിലും ക്യാൻ ബി എനിത്തിങ്. സം സോർട്ട് ഓഫ് വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റണം. പക്ഷെ എൻ്റെ റൂള് ഐ എക്സ്പെക്ട് നത്തിങ്. അതെൻ്റെ ഒരു പോളിസിയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് നമുക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ there's no point of being a friend of someone. This is someone who is working a job, okay? അവർക്ക് ഇതേപോലെ they need to have, obviously അവർക്കൊരു സ്കില്ല് അല്ലെങ്കിൽ they have to have ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യണമല്ലോ മറ്റുള്ളവരുടെ കണക്ഷൻ കിട്ടാൻ. So what do you think is a common trait everyone should have in order to get connections? Is character. Character ആണ് മെയിൻ. ക്യാരക്ടർ റെഡി ആയി കഴിഞ്ഞാൽ for people to like you, നമ്മുടെ അടുത്തൊരു അടുപ്പം തോന്നിക്കണമെങ്കിൽ നമ്മളൊരു നല്ല ക്യാരക്ടർ ആയിരിക്കണം. അതെ. ഈവൻ ദ പേഴ്സൺ വി മെറ്റ് ടുഡേ, അവർ സീ ഹൗ ഹംബിൾ ദേ ആർ. മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഇവിടെ ആകെ 500,000 1 മില്യൺ അടിച്ച കമ്പനിയുടെ ആൾക്കാരുടെ അഹങ്കാരം കാരണം അതിൻ്റെ 50 ഇരട്ടി അടിച്ച ആളായത്. 50 ഇരട്ടി. അവരെത്ര ഹംബിളാവുന്നുണ്ടോ? യു സീ ദ പീപ്പിൾ നമ്മൾ സംസാരിക്കുന്നത്. ചില ആൾക്കാർ ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറാണ്. ഒബ്വിയസ്ലി അവരുടെ മൈൻഡിൽ ഇറ്റ്സ് എ ബിഗ് നമ്പർ, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് കാണരുത്. അത് there's no reason. നമുക്ക് you are never above anyone. Just because you bought a car you become no one. Just because you hit 1 million you become no one. Just because you have 1 million followers you become no one. You're still same as everyone. അപ്പോൾ അത് ആ ഒരു സാധനം മനസ്സിലാവണം. അപ്പോഴത്തേക്കാണ് നമുക്ക് ബെറ്റർ കണക്ഷൻസും കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നതും നമ്മൾ ബെറ്റർ പൊസിഷൻ എത്തുന്നത്. ഇറ്റ്സ് അബൌട്ട് ഹൂ യു ബിക്കം എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് അച്ചീവിങ് ഈ നമ്പേഴ്സ്, പ്രോഡക്ട്സ്, സാധനങ്ങൾ വാങ്ങിക്കുന്നതിലല്ല കാര്യം. സോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതാണ്. അതാവാൻ അഗൈൻ ഈ പറഞ്ഞ 9 to 5 ചെയ്യുന്ന ആൾക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എനിവൺ ക്യാൻ ബിക്കം ദാറ്റ്. അപ്പോൾ അതിനകത്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ that's how you provide some value. Obviously സൈഡിൽ ഒരു സ്കില്ല് പഠിച്ചാൽ ഫൈനാൻഷ്യലിയും ബെറ്റർ ആവാൻ പറ്റും.
I don't think, you know, പല ആൾക്കാരും they understand the importance of skill. Like നമ്മൾ സ്കില്ലെന്ന് പറയാനായിട്ട് they think it's just like പല ആൾക്കാരും ആ ഒരു എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ടായിരിക്കും they don't know the value. അത് അവരുടെ ഫ്രണ്ട്സ് when you say skill, the whole purpose of a skill is to make use of it and grow financially. പക്ഷെ അങ്ങനെ ഗ്രോ ചെയ്യണമെങ്കിൽ 95 ആൾക്കാർ ബ്ലെയിം ചെയ്യുന്നതല്ല, അവർ 95 ആൾക്കാർക്ക് ഒരു സ്കില്ലുണ്ട്. ദാറ്റ്സ് വൈ ദേ ആർ ബീയിങ് ഹയർഡ് ബൈ എ കമ്പനി. അതെ. പക്ഷെ you can use that skill in a different way by monetizing or making giving it as a service. മനസ്സിലായില്ലേ? become a company and give it as a service. പക്ഷെ അവരുടെ എല്ലാ സ്കില്ലും അത് പോസിബിൾ ആയിരിക്കത്തില്ല. ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഇൻഡസ്ട്രി, വാട്ട് ജോബ് യു ആർ ഡൂയിങ്, അതിനനുസരിച്ച് അത് വേരി ചെയ്യും. പക്ഷേ അഗൈൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്കില്ലായിട്ട് പഠിച്ചാൽ ഡെഫിനറ്റ്ലി അത് ദേ ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. പക്ഷേ അങ്ങനത്തെ പഠിക്കണമെങ്കിൽ ആ ഒരു സറൗണ്ടിങ് അതിൽ നിന്ന് മാറിയാലേ പറ്റത്തുള്ളൂ. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൂടണം. അങ്ങനത്തെ ആൾക്കാരോട് സംസാരിച്ചാലേ അതിനുള്ള അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റിയൊക്കെ മനസ്സിലാക്കാൻ തന്നെ സാധിക്കത്തുള്ളൂ. ഈ സറൗണ്ടിങ്സ് എന്ന് പറയാനടുത്ത് പല ആൾക്കാരുടെ മൈൻഡ് വരുന്നത് they have to change physical environment, not just obviously അല്ല ഞാൻ സറൗണ്ടിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലൊക്കേഷൻ ഒബ്വിയസ്ലി ഹെൽപ്പ് ചെയ്യും, പക്ഷേ ദാറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് തിങ്. നമ്മൾ ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു അക്കൗണ്ടന്റ് ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നു. അയാൾ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെ അവിടെ ഇരിക്കുന്നു, തിരിച്ചു വരുന്നു, 5 മണിയാകുമ്പോൾ ഫ്രീ ആവുന്ന അയാളുടെ മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് കാണുന്നു, സംസാരിക്കുന്നു, മൂവിക്ക് പോകുന്നു, രാത്രി വീട്ടിൽ ഇരിക്കുന്നു, കഴിക്കുന്നു, കിടക്കുന്നു. ഇതൊരു റൊട്ടീനായിട്ട് ഇങ്ങനെ പോവുകയാണ്. പുതിയൊരു കാര്യത്തിൽ എക്സ്പോസ്ഡ് അല്ല അവർ. സോ ഇഫ് ദേ സ്പീക്ക് ടു സംവൺ, ഒരു അക്കൗണ്ടിങ് ഫേം നടത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ കമ്പനിയുടെ ഓണർ, അങ്ങനത്തെ ആളുമായിട്ട് സംസാരിച്ചാൽ തന്നെ ഇൻസ്റ്റന്റ്ലി അവരുടെ തിങ്കിങ് മെന്റാലിറ്റി മാറും. സോ അവരുടെ തന്നെ കമ്പനിയുടെ ഓണറോട് സംസാരിക്കാൻ നേരത്ത് ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ഗെറ്റ് എ റേസ്, സ്പീക്ക് ടു ദം, ഗെറ്റ് സം സോർട്ട് ഓഫ് വാല്യൂ ആൻഡ് ദെൻ സീ ദ വേ ദേ തിങ്ക്. അല്ലെങ്കിൽ അങ്ങനത്തെ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് അറിയാവുന്ന കുറേ ഫ്രണ്ട്സ്, അവരുമായിട്ട് കൂടിച്ചേർന്ന് എങ്ങനെ ഇത് സ്വന്തമായിട്ട് ചെയ്യാം, എങ്ങനെ ബാക്കിയുള്ള കമ്പനികൾക്ക് ഇങ്ങനത്തെ സർവീസ് കൊടുക്കാം, എത്ര ഫീ ചാർജ് ചെയ്യാം, എങ്ങനെ ക്ലയൻസിനെ എടുക്കും, എങ്ങനെയാണ് ക്ലയൻസിനെ റീറ്റെയിൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് കയറണമെങ്കിൽ ഒബ്വിയസ്ലി അത് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കണം. സ്വന്തമായിട്ട് അത്രയും തിങ്ക് ചെയ്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. എനിക്കും സ്വന്തമായിട്ടായിരുന്നു. ലിറ്ററലി നോട്ട് ഹെൽപ്പ് കിട്ടാനൊന്നും ആരും ഇല്ലായിരുന്നു, സ്വന്തമായിട്ടായിരുന്നു. അപ്പോൾ പറ്റാത്ത കാര്യമൊന്നുമില്ല, പക്ഷേ കൂടുതൽ സമയമെടുക്കും, പൈസ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ ഇതെല്ലാം സേവ് ചെയ്യാം, ടൈം, മണി എല്ലാം സേവ് ചെയ്യാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇഫ് യു ഫൈൻഡ് സമ്മൺ, ഈവൻ ഓൺലൈൻ ആണെങ്കിലും ഡിജിറ്റലി ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയിട്ട് വേറെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾ സെയിം അക്കൗണ്ടിങ്ങിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ സിമിലർ ഏജ്, സിമിലർ ലുക്കുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചാലുണ്ടല്ലോ, നമുക്കൊന്നും കൂടെ മോട്ടിവേറ്റ് ആവും. എന്നിട്ട് അവരൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ കൂടെ കണക്ട് ചെയ്തിട്ട് ക്യാച്ച് അപ്പ് വിത്ത് സം കോഫി ഓർ സംതിങ്. അവിടുന്ന് അങ്ങനെയാണ് ആ ഒരു നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ആ ടൈപ്പ് ഓഫ് സറൗണ്ടിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും 100%. പിന്നെ വൺ തിങ് ഐ നോട്ടീസ്, ലൈക്ക് എൻ്റെ ഫീൽഡിലൊക്കെ വന്ന കേട്ടോ, ഈ വെള്ളത്തിലൊക്കെ ഇത്ര പ്രാവശ്യം നിങ്ങൾ ആഗ്രഹങ്ങൾ കിടക്കുന്നതിന് മുമ്പേ ഊതി വെച്ചിട്ട് രാവിലെ എണീച്ച് കുടിച്ചാൽ അതൊക്കെ റിയാലിറ്റി ആവും എന്നൊക്കെ ഉള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ ട്രിക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. അപ്പം ഐ തിങ്ക് പീപ്പിൾ വാണ്ട് everything, they don't want to do the hard work, you know, people want the lifestyle, they don't want. അത് അതിൻ്റെ ഞാനൊരു ഖുറാനിൽ പറയുന്നൊരു ഹദീസ് വെച്ച് ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ ഒരു ക്യാമൽ, പണ്ടത്തെ ഒരു കഥ പോലെയാണ്. ഒരു ക്യാമലിനെ കൊണ്ടുവന്നിട്ട് ഒരാൾ അയാൾ കടയിലോട്ട് പോകുന്ന സമയത്ത് ആ ക്യാമലിനെ കെട്ടത്തിൽ അഴിച്ചും കെട്ടേക്കും. അഴിച്ചിട്ടിട്ട് കടയ്ക്കകത്തോട്ട് പോകും. അപ്പൊ എന്തുകൊണ്ടാണ് കെട്ടാത്ത നോക്കിയാൽ പറയും, എനിക്ക് ദൈവത്തിൽ എന്നാ ഒരു വിശ്വാസമുണ്ട്, ക്യാമ്പിലോടി പോകത്തില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പനി വന്നാൽ മരുന്ന് കഴിക്കണം, പ്രാർത്ഥിക്കുകയും വേണം. നമുക്ക് പൈസ കിട്ടണമെങ്കിൽ പണിയെടുക്കണം, പ്രാർത്ഥിക്കുകയും വേണം. അത് കണക്ക് നീന്തൽ പഠിക്കണമെങ്കിൽ നീന്തി പഠിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വെള്ളത്തിൽ വീഴുമ്പം മുങ്ങി കിടക്കത്തില്ല, മുങ്ങിപ്പോവും. കഴിഞ്ഞു പോയി. അതെ, അപ്പം കുറച്ച് കഴിയുമ്പോൾ പൊങ്ങും, വെള്ളത്തിലല്ല മേലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് 100% ഇട്ടിട്ട് ആണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വാസമുള്ള ആളാണെങ്കിൽ ക്യാരി ഓൺ, ഡു ഇറ്റ്. പക്ഷെ അത് മാത്രം ആവരുത്, അതിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല അത് മാത്രമായിട്ട് ചെയ്യുമ്പോൾ.
So whatever your beliefs are, carry on with it. Plus the main thing is putting the work in from your side. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം പണിയെടുക്കാതെ നടക്കത്തില്ല. നമ്മൾ ജിമ്മിൻ്റെയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ. എങ്ങനെയൊക്കെ എന്തൊക്കെ ആൾക്കാർ സ്റ്റെറോയിഡ് കുത്തി വെച്ചെന്ന് പറഞ്ഞാലും വർക്കൗട്ട് ചെയ്യാതെ മസിൽ വരത്തില്ല. മനസ്സിലായോ? എന്തൊക്കെ കുത്തിവെച്ചെന്ന് എന്തൊക്കെ കളിയെടുത്തെന്ന് പറഞ്ഞാലും ജിമ്മിനെ പറ്റി അറിയാത്തവരും ഉണ്ടായിരിക്കും ഒരുപാട് പേര്. അവർ വിചാരിക്കും ചിലപ്പോൾ അവരുടെ മൈൻഡിൽ ഓൾറെഡി കാണും വെറുതെ ഇങ്ങനെ കുത്തിവെച്ചാൽ മസിൽ വരും. റസ്മി വർക്കൗട്ട് ചെയ്യാതെ മസിൽ വരത്തില്ല. There are many things to fasten up. എളുപ്പം ഫാറ്റ് പോകാനായിട്ട് യു ക്യാൻ ഹാവ് എ ഫാറ്റ് ബേണർ. ഫാറ്റ് ബേണർ മാത്രം രാവിലെ ഉച്ചയ്ക്കുമായിട്ട് കഴിച്ചെന്ന് പറഞ്ഞ് ഫാറ്റ് ബേൺ ആവത്തില്ല. മനസ്സിലല്ലേ? അപ്പം അതിൻ്റെ കൂടെ കാർഡിയോ ചെയ്യണം, ഇഷ്ടംപോലെ പണിയെടുക്കണം. അത് തിങ്സ് ഫാസ്റ്റൻ അപ്പ് ചെയ്യും. സെയിം തിങ് ആണ് ഇവിടെയും. സപ്പോർട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തോ, പക്ഷേ മെയിൻ തിങ് ഇസ് പണിയെടുക്കുന്നത്. അത് ചെയ്തേ പറ്റും, നിർബന്ധമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ ഊതുന്നയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ മെയിൻ കാര്യം ചെയ്യാതെ പൈസ കാര്യങ്ങളൊന്നും നടക്കത്തില്ല.